ഇവിടെ എടുത്തിട്ടത് ഞാനിത് അലമാരി വെച്ചതല്ലേ? ഇതെങ്ങനെ വീണ്ടും ഇവിടെ വന്നു? പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ലേ?
പോയിട്ട് കുറെ നേരം ആയല്ലോ. രണ്ടും കൂടി ഇത് എവിടെ പോയി കിടക്കുന്നു? ഓ, ഇവളെയും കൊണ്ട് പോയപ്പോഴേ എനിക്കറിയാം നേരത്തിനും കാലത്തിനും വരാൻ പറ്റത്തില്ലെന്ന്. അതങ്ങനെ അവിടെ ഇവിടെ നോക്കിയിരുന്ന സമയത്തിന് വരാൻ പറ്റൂ? അതുകൊള്ള പോയതിന്റെ അമ്മായിയുടെ വീട്ടിലേക്കല്ല, മാർക്കറ്റിലേക്കാ. സാധനങ്ങളെല്ലാം വാങ്ങിക്കാതെ വരാൻ പറ്റൂ? അതൊന്നുമല്ല അച്ഛാ, അച്ഛ എന്നെ കൂടെ മാർക്കറ്റിൽ കൊണ്ടുപോയി കുശുമ്പ. അമ്മേ, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഓടി നടന്ന ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. വെറുതെ ഞങ്ങളെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. ഒരു കിറ്റ് പച്ചക്കറിയും കുറച്ച് പലവ്യഞ്ജനം വാങ്ങുന്നതിനാണ് നീ മാർക്കറ്റ് മുഴുവൻ ഓടി നടന്നത്. മോളി പറയുന്നൊന്നും കാര്യമാക്കണ്ട. എവിടെ കുശുമ്പിനുള്ള മരുന്ന് അച്ഛൻ കൊടുത്തോളൂ. മോൾ ഇതൊക്കെ അതുകൊണ്ട് ചെല്ലു. നിനക്ക് എന്താടി അവളോട് ഇത്രയ്ക്ക് കുശുമ്പ്? പ്രായം കുറെ ആയില്ലേ, ഇനിയും നിർത്തിക്കൂടെ ഈ കുശുമ്പും കുന്നായ്മയൊക്കെ? അതെ, അവളെ അങ്ങനെ പാവം പോലെ കാണാൻ ഒരു ചന്തവും ഇല്ല. ഇത്തിരി ദേഷ്യവും കുറുമ്പും ഒക്കെ അവക്ക് ചേരും. അത് ശരി. അപ്പോ നിനക്ക് അവളെ അത്രക്ക് ഇഷ്ടമല്ലേടി? എനിക്കറിയാം നിന്റെ ഉള്ളിലിരിപ്പ്, പേരും കള്ളി. അതെ, അരുന്ധതി വിളിച്ചായിരുന്നു? അയ്യോ ഇല്ല, അവരിറങ്ങിയോ നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കേ. ഹലോ അച്ഛാ. മോളെ, നിങ്ങൾ ഇറങ്ങിയോ? ഇപ്പൊ ഇറങ്ങും. ഊണിന് മുൻപേ ഞങ്ങൾ അങ്ങ് എത്തും. എല്ലാവരും എവിടെ അച്ഛാ? എല്ലാരും നിന്നെ കാണാൻ കാത്തിരിക്കുക. നീ വേഗം വാ മോളെ. എന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കാനായിരുന്നല്ലോ ധൃതി. അപ്പൊ ഇനി എന്നെ കാണണമെങ്കിൽ കുറച്ച് കാത്തിരിക്കേണ്ടിയൊക്കെ വരും. നിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ മോളെ അച്ഛൻ ഇതെല്ലാം ചെയ്തത്. അവിടെ മോക്ക് സുഖമാണെന്ന് അച്ഛൻ അറിയാം. അതെങ്ങനെ അറിയാം? നിന്റെ ശബ്ദം കേൾക്കുമ്പോ അച്ഛൻ അതറിയാം മോളെ. അച്ഛന്റെ തീരുമാനം തെറ്റിയിട്ടില്ലെന്ന് അച്ഛന് മനസ്സിലായി. അതില് അച്ഛനോട് എനിക്ക് നന്ദിയുണ്ട്. ഒരർത്ഥത്തിൽ അച്ഛന്റെ ഈ തീരുമാനം തന്നെയാ ഇനി അങ്ങോട്ട് എന്നെ സഹായിക്കാൻ പോകുന്നത്. മോളെ, അച്ഛൻ എന്നും മോക്ക് നല്ലത് വരാൻ വേണ്ടി എന്തും ചെയ്തിട്ടുള്ളൂ. അച്ഛാ, ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്കെത്താൻ ഈ വിവാഹം കൊണ്ട് എനിക്ക് കഴിയും. എന്റെ ലക്ഷ്യം സാധിക്കും. അച്ഛൻ അത് മാത്രം കേട്ടാ മതി. നിങ്ങൾ വേഗം വാ, അമ്മ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ശരി അച്ഛാ, നിങ്ങൾ ഉടനെ ഇറങ്ങാം. വെക്കട്ടെ. നൗഫലെ, എമിലിയും നീയും തമ്മിലുള്ള ബന്ധം ഞാൻ കണ്ടുപിടിക്കും. നിന്റെ മരണത്തിന് പിന്നിൽ ആരായാലും അവരെ ഞാൻ കണ്ടെത്തും. നിന്റെ ഉമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാത്. ഇനി ആ ഒരു ലക്ഷ്യമേ ഉള്ളൂ അരുന്ധതിക്ക്. എവിടെയാണ് എന്റെ മോള്? നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ലടാ. അവൾ എവിടെയാണെന്ന് പറഞ്ഞേ പറ്റൂ. നീ നിങ്ങളോട് മര്യാദയ്ക്ക് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? ഇനി കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാമെന്ന് നീ വിചാരിക്കണ്ട. എന്റെ മോൾ ഇപ്പൊ ജീവനോടെ ഉണ്ടോന്നെങ്കിലും പറ. അതോ നീ അവളെ കൊന്നോ? നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാൽ ഇവൻ എന്ത് ചെയ്യും? വല്ലവന്റെയും കൂടെ ഓടിപ്പോയവളെ ഞങ്ങൾ എങ്ങനെ കൊണ്ടുവരും? മര്യാദ ഉള്ളവളായിരുന്നെങ്കിൽ ഇവനെ കല്യാണം കഴിച്ച് അവൾ ഈ വീട്ടിൽ കണ്ടേരെ. അവള് പോയതുകൊണ്ടല്ലേ ഇവിടെ ഒരു പുതിയ പെണ്ണ് വന്നത്. നിങ്ങളൊരമ്മയാണോ? എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങളുടെ മോള് നിന്നോടൊപ്പം ഈ വീട്ടിലുണ്ടായിരുന്നതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് നീ ഈ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ, നാളെ അവളുടെയും ഗതി ഇത് തന്നെ ആയിരിക്കും. നിങ്ങൾ അനാവശ്യം പറയരുത്. നിയമപരമായി എന്റെ മോൻ കല്യാണം കഴിച്ച പെണ്ണായിരുന്നത്. അതിലെന്താ കാര്യം? അവളെ കൊല്ലാൻ കൊണ്ടുവന്നല്ലെന്ന് ആർക്കറിയാം?
ഭൂമിയിൽ സാത്താന്റെ അവതാരമായി വൻ. സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. എനിക്കറിയാം എന്ത് ചെയ്യണം. എമിലി, നിങ്ങളുടെ മകൾ, അവൾ കുറച്ചുനാൾ എന്റെ കൂടെ ഇവിടെ താമസിച്ചിരുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് എ ലിവിംഗ് ടുഗദർ, നത്തിങ് മോർ ദാൻ ദാറ്റ്. എന്നെക്കാൾ മെച്ചപ്പെട്ട ഒരാളെ കിട്ടിയപ്പോ അവൾ അവന്റെ കൂടെ പോയി. അതിന് ഞാനെന്തിനും നിങ്ങളോട് സമാധാനം പറയണം? യു ഗോ ടു ഹെൽ. നിങ്ങൾ എന്തിനാ എന്നോട് സംസാരിക്കാൻ നിൽക്കുന്നത്? അകത്ത് പോയേ. അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ നിന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. അവൾ എന്റെ കൂടെ ഇല്ല. 2.5 കൊല്ലമായി അവളെ കൊണ്ടുള്ള തലവേദന സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണൊന്ന് സ്വസ്ഥമായത്. അതുകൊണ്ടാ മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വേണ്ടടാ, നീ വിളിക്കണ്ട. അല്ലാതെ തന്നെ പോലീസ് ഈ വീടിന്റെ മുറ്റത്ത് വരും. നിനക്കവളെ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കേണ്ടി വരും. വീടില്ല നിന്നെ ഞങ്ങള്. എവിടെ പോയാലും നിന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഞങ്ങൾ. ഈ രാജ്യത്തെ നീതിപീഠത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇറങ്ങി പോടോ. വേണ്ട, ഞങ്ങളെ ആട്ടിയിറക്കണ്ട. പക്ഷേ അകത്തിരിക്കുന്ന ആ പെണ്ണുണ്ടല്ലോ, എന്റെ മോളെ ചതിച്ച് ഇപ്പൊ നീ കൊണ്ടുവന്ന നിന്റെ ഭാര്യ, അവള് ഇതെല്ലാം അറിയുന്ന ഒരു ദിവസം വരും. അന്ന് തുടങ്ങും നിന്റെ നാശം. ഇനി നമ്മൾ കാണുന്നത് കോടതിയിലായിരിക്കും. എന്റെ മോളെയും കൊണ്ട് നീ ഇവിടെ വരും. ആസാറാമേ, താൻ ഇതൊന്നും കാര്യാക്കണ്ട. ഇതൊന്നും തന്നെ ബാധിക്കില്ല. വാ, നമുക്ക് ഇറങ്ങാം. തന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ നമ്മളെ കാത്തിരിക്കുകയായിരിക്കും. വാ. സിദ്ധു ഒന്ന് നിന്നേ. ഇതൊന്നും എന്നെ ബാധിക്കില്ലെന്ന് സിദ്ധാർത്ഥൻ എങ്ങനെ പറയാൻ കഴിയും? സത്യത്തിൽ ഈ വീട്ടിൽ സംഭവിച്ചതെന്താ? ഇനിയും അത് ഒളിപ്പിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് കുഴപ്പം. എമിലിക്ക് എന്താ പറ്റിയത്? പറ്റിയത് എന്താണെന്ന് ചോദിച്ചു. എമിലി ആരുടെ കൂടെ പോയിന്ന് ഒരു വിവരം കിട്ടിയില്ല? ഇല്ല. പിന്നീട് എനിക്ക് മനസ്സിലായി അവൾക്ക് ഒരുപാട് ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെന്ന്. അവരിൽ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ചിലരൊക്കെ ഹോസ്പിറ്റലിൽ അവളെ കാണാൻ വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ആരുടെയെങ്കിലും പേരോ മറ്റോ അങ്ങനെ എന്തേലും അറിയോ? ഏയ് ഇല്ല. അപ്പൊ എമിലിയുടെ തിരോധാനത്തിൽ സിദ്ധാർത്ഥൻ ഒരു പങ്കുമില്ലെന്നാണോ പറയുന്നത്? അയാൾക്ക് സംശയമൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? ഇല്ല, ഞങ്ങളെ കണ്ടപ്പോ തന്നെ അവൻ കുറച്ച് ടെൻഷനായി. ഞങ്ങൾ ഉച്ചത്തിൽ സംസാരിച്ചപ്പോ അതിനേക്കാൾ ഉച്ചത്തിൽ അയാൾ സംസാരിച്ചു. എല്ലാം ഇതിലുണ്ട്. അയാളുടെ ഒപ്പം എമിലി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ നമുക്ക് ചിലപ്പോ ഇത് മതിയാവും. അവനൊരു ദുഷ്ടനാ മോളെ. എന്തൊക്കെയോ മറച്ചു വെക്കാനുള്ളതുപോലെയാ അവൻ സംസാരിച്ചത്. ഞങ്ങളെ ആ വീടിനകത്തേക്ക് കയറാൻ പോലും സമ്മതിച്ചില്ല. അവിടെ വേറെ ആരാ ഉണ്ടായിരുന്നത്? അയാളുടെ അമ്മ ഉണ്ടായിരുന്നു. പക്ഷേ
അവരധികം സംസാരിച്ചില്ല. ഒന്ന് ചോദിക്കാൻ മറന്നു. എമിലിയെ കാണാതായതിനു ശേഷം നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തോ മറ്റോ ചെയ്തിരുന്നു? ഇല്ല. എന്താ മോളെ? നേരിട്ടല്ലാതെ ഫോണിലോ മറ്റോ? ഫോണിൽ ചിലര് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഭീഷണിപ്പെടുത്തിയല്ല. പിന്നെ അത് മോളെ എമിലി സ്വഭാവ ദൂഷ്യമുള്ളവളാണെന്നും പറഞ്ഞ ചിലരൊക്കെ വിളിച്ചത്. അവളുടെ കൂട്ടുകെട്ട് ശരിയല്ലാന്നും ചിലർ പറഞ്ഞു. ഈ വിളിച്ചവരൊക്കെ സ്വയം പരിചയപ്പെടുത്തിയാണോ സംസാരിച്ചത്? അല്ല, ചില അനോണിമസ് കോളുകളായിരുന്നു അതൊക്കെ. ഞങ്ങളത് അത്രയ്ക്ക് കാര്യമാക്കിയില്ല. ഒരുപക്ഷെ വളരെ ബുദ്ധിപൂർവം ഒരാൾ തന്നെ വിളിച്ച കോളുകളായിരിക്കണം അതെല്ലാം. അതെന്തിനാ മോളെ ഞങ്ങളുടെ മോളെ പറ്റി അങ്ങനെ ഇല്ലാത്തത് പറയുന്നേ? അതുകൊണ്ട് അവർക്കെന്താ നേട്ടം? നേട്ടമുണ്ടല്ലോ, അതുകൊണ്ടല്ലേ അവര് വിളിച്ചത്. മോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പീറ്ററേട്ടാ, ക്യാരക്ടർ ഡീമോറലൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരാളുടെ സ്വഭാവം ശരിയല്ലെന്ന് 10 പേര് ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞാൽ അതിൽ കുറച്ചെങ്കിലും സത്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കില്ല. പിന്നെ അവരെ കുറിച്ച് അന്വേഷിക്കാൻ ആരെങ്കിലും ശ്രമിക്കൂ. അത് തന്നെ ഈ സംഭവം. മോളെ അതെ സാർ ചേച്ചി, എമിലിയെ പറ്റി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. മകൾ സ്വഭാവം കൊണ്ട് മോശപ്പെട്ടവളായിരുന്നു എന്നറിഞ്ഞ് നിങ്ങൾ അവളെ വെറുക്കണം. ഒരു കാരണവശാലും എമിലിയുടെ തിരോധാനത്തിന് പിന്നാലെ നിങ്ങൾ അന്വേഷിച്ച് ചെല്ലരുത്. ആ വിളിച്ചവരുടെയൊക്കെ ഉദ്ദേശവും അതുതന്നെ ആയിരിക്കണം. അതാ ഞാൻ പറഞ്ഞ ക്യാരക്ടർ ഡീമോറലൈസേഷൻ. ഇപ്പൊ മനസ്സിലായോ? എന്റെ പുണ്യാള, എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നേ? കേട്ടത് മാത്രമല്ല സാർ ചേച്ചി, ഇനി നമ്മൾ കാണാൻ പോവല്ലേ. ആ ദാ ഓപ്പണായി. നോക്ക്. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാൽ ഇവൻ എന്ത് ചെയ്യും? വല്ലവന്റെയും കൂടെ ഓടിപ്പോയവളെ ഞങ്ങൾ എങ്ങനെ കൊണ്ടുവരും? മര്യാദയുള്ളവളായിരുന്നെങ്കിൽ ഇവനെ കല്യാണം കഴിച്ച് അവൾ ഈ വീട്ടിൽ കണ്ടേരെ. മോളെ ഇവനാ എമിലി, നിങ്ങളുടെ മകൾ. അവൾ കുറച്ചുനാൾ എന്റെ കൂടെ ഇവിടെ താമസിച്ചിരുന്നു. ഇവനാ അത്, ഡോക്ടർ സുധീന്ദ്രവർമ്മ. സുധീന്ദ്രവർമ്മയോ? അതാണോ ഇയാളുടെ പേര്? അതേ മോളെ. എന്താ മോൾക്കൊരു സംശയം പോലെ? ലേഖമോൾക്ക് ഇയാളെ പരിചയമുണ്ടോ? മോൾ എന്താണെന്ന് പറയാത്തത്? അറിയോ ഇയാളെ? ഇല്ല, അറിയില്ല. It is just a living together, nothing more than that. അവന്റെ സംസാരം കേട്ടില്ലേ മോളെ? ഇതാ ജ്യൂസ് കുടിക്ക്. ഊണ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ രണ്ടാളും. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ മോളെ? ഉണ്ടാവും. അയാളുടെ കൂടെ കുറച്ചു കാലമെങ്കിലും എമിലി താമസിച്ചിരുന്നു എന്ന് കോടതിയിൽ തെളിയിക്കാൻ നമുക്ക് ഈ തെളിവ് മതി. ജ്യേഷ്ഠൻ വന്നല്ലോ. എന്തായി? അവിടെ പോയിട്ട് വല്ലതും കിട്ടിയോ? കിട്ടി ചേട്ടാ. എമിലി അയാളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് കിട്ടി. റെഡ് ഫയൽ ചെയ്യാൻ നമുക്കിത് ധാരാളം മതി. അപ്പോ നമ്മുടെ പ്ലാനിങ് തെറ്റിയില്ല? ഇല്ല ചേട്ടാ. ആ ജേട്ടൻ ഇവരോട് സംസാരിക്കുക. ഞാൻ ഇപ്പൊ വരാം. പീറ്ററേട്ടാ ഒരു മിനിറ്റ്, ഞാൻ കൊച്ചിയിലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ. കുഞ്ഞമ്മേ, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തേ. എന്തു പറ്റി മോളെ? എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? അതോ ആ വന്നവരുടെ മോള് ജീവനോടെ ഇല്ലേ?
അതല്ല കുഞ്ഞമ്മ. പിന്നെ ഇത് എന്റെയും ജേട്ടന്റെയും ജീവിതത്തെ കൂടി ബാധിക്കുന്ന കാര്യം. ഈ കേസുമായി പീറ്ററേട്ടനും സാർ ചേച്ചി വന്നത് ഞങ്ങളുടെ ജീവിതം തകർക്കാനാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. എന്തു പറ്റി? നീ കാര്യം പറ. അവളൊരു വലിയ അപകടത്തിൽ ചെന്നപ്പെട്ടിരിക്കുന്നത് കുഞ്ഞമ്മ. ആര്? അവരുടെ മോളോ? അല്ല, അരുന്ധതി. അവളോ? അവക്കെന്തു പറ്റിയടി? പറയാം. പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ യാതൊരു കാരണവശാലും ജേട്ടൻ അറിയരുത്. അത് ഞാൻ ഏറ്റു. നീ കാര്യം പറ. അരുന്ധതിയുടെ ഭർത്താവ് സിദ്ധാർത്ഥൻ തന്നെയാ പീറ്ററേട്ടൻ പറയുന്ന അയാളുടെ മോളെ തട്ടിക്കൊണ്ടുപോയ ഡോക്ടർ സുധീന്ദ്രവർമ്മ. അയ്യോ, അയാളുടെ കൂടെ എമിലി പോയതും കുറച്ചു കാലം ജീവിച്ചതും ഒക്കെ. അപ്പോ ഇതൊന്നും അറിയാതെയാണോ അരുന്ധതി അയാളുടെ കൂടെ ജീവിക്കുന്നേ? അതെ കുഞ്ഞമ്മേ, അത് തന്നെയാ ഞാൻ പറഞ്ഞ അപകടം. എന്റെ ഭഗവതി,